അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് നിങ്ങളെ മൊബൈൽ ഫോൺ ഒട്ടിക്കുന്ന സ്ക്രീൻ ഗാർഡിനെ പറ്റിയുള്ള അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മുമ്പ് മുതലേ ഉപയോഗിക്കുന്ന സാധാരണ ഒരു സ്ക്രീൻ ഗാർഡ് മാത്രമാണ്. പിന്നീടത് ടെമ്പേർഡ് ഗ്ലാസ്സിലേക്ക് മാറി, പിന്നീടത് 5Dയിലേക്ക് മാറി, 5D സ്ക്രീൻ ഗാർഡിലേക്ക് മാറി. ഇതിൻ്റെ പേര് പലത് വിളിക്കുന്നുണ്ട്, 11D, 5D, 8D എന്നെല്ലാം പറയുന്നത്. പക്ഷേ പർപ്പസ് ഒന്നും തന്നെയാണ് ഈ 5Dക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാറ്റ് സ്ക്രീൻ ഗാർഡ്. ഇത് കൂടുതലും ഗെയിം കളിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് മാറ്റ് സ്ക്രീൻ ഗാർഡ്. പിന്നെ വരുന്നത് പ്രൈവസി സ്ക്രീൻ ഗാർഡാണ്. അപ്പോൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈവസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല, അതായത് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത രൂപത്തിൽ സ്ക്രീൻ ഗാർഡാണ് പ്രൈവസി. എങ്കിലും കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരും ഇടുന്നത് ഈ 5D എന്ന് പറയുന്ന സ്ക്രീൻ ഗാർഡ് തന്നെയാണ് എല്ലാവരും കോമൺ ആയിട്ട് ഇടുന്നത്. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോൾ ഫ്ലാറ്റ് സ്ക്രീൻ വരുന്ന ഒരു ഫോണിനകത്ത് ഇടുന്ന ഒരു സ്ക്രീൻ ഗാർഡിനെ പറ്റിയിട്ടാണ്. പക്ഷേ എല്ലാ ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഫോൺ വരുന്ന ഫോണുകൾക്ക് ഏത് സ്ക്രീൻ ഗാർഡാണ് ബെറ്റർ എന്നുള്ളതാണ്. കാരണം എഡ്ജ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വിഷയം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ക്രീൻ ഗാർഡും നമുക്ക് പറ്റണമെന്നില്ല, സൂട്ടാവണമെന്നില്ല, അങ്ങനെ ഒട്ടിച്ച് അതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ സാധാരണ മുമ്പ് മുതലേ വരുന്ന പോലെ തന്നെ അത് ഫുൾ ഗ്ലൂ, അതായത് ഈ 5Dക്ക് സമാനമായി വരുന്ന ഫുൾ ഗ്ലൂ വരുന്ന 5D സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ടച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഫിംഗർ പ്രിൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കാത്തൊരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം പിന്നീട് അതിൻ്റെ ശേഷം വന്നതാണ് നമ്മളെ ഈ ഒരു മോഡൽ, നമ്മളെ UV എന്ന് പറയുന്ന സംഭവം. UV ഒട്ടിക്കുന്ന രൂപങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ഗമ്മുണ്ടാവും, അതുതന്നെ UV ലൈറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് UV സ്ക്രീൻ ഗാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ UV സ്ക്രീൻ ഗാർഡിനകത്ത് ആദ്യം ഗമ്മിട്ട് ഒട്ടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അന്ന് മാത്രമല്ല, ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുണ്ടാവും. ഇത് ഒട്ടിക്കാൻ നല്ല ഒരു എമൗണ്ട് കോസ്റ്റും വരും. അത് മാത്രമല്ല, ഇതൊക്കെ ഒട്ടിച്ച് വലിയൊരു കോസ്റ്റ് കൊടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സൈഡ് പൊട്ടുന്നൊരു ഇഷ്യൂസ് കോമൺ ആയിട്ട് കസ്റ്റമേഴ്സ് പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന എഡ്ജ് സ്ക്രീൻ ഗാർഡാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒക്കെ വന്നത് ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പഫ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഓക്കെ, ഈ പഫ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട്. ഇതാണ് ഈ പഫ് സ്ക്രീൻ ഗാർഡ് എന്ന് പറയുന്ന സംഭവം. ഇതാണ് പഫ്. അതായത് റബ്ബറാണ്, നമ്മളെ ഒരു സ്കിന്ന് മെറ്റീരിയൽ ഇല്ലേ, നമ്മളെ തോലെല്ലാം വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ മറ്റേനേക്കാളും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇത്. ഇത് വലിയും, നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ വലിക്കാൻ പറ്റും. ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഇതാണ് ആ മെറ്റീരിയൽ. ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ കുറേ ലെയേഴ്സ് ഉണ്ടാവും, 1, 2, 3 ലെയേഴ്സ് ഉണ്ടാവും. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ നന്നായിട്ടൊന്ന് തുടക്കുന്ന സമയത്ത് ഈ നാരുകളാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കൂടുതൽ ഈ നാരുകളുണ്ടാവും, പൊടിയേക്കാളും കൂടുതൽ പാറിപ്പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് അടിക്കകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും, അത് ആ ഭാഗം മെയിൻ നോക്കാം. പിന്നെ ഈ സൈഡുകളിൽ ഈ കച്ചറ കൊടുക്കാൻ സാധ്യതയുണ്ട്, ആദ്യം ക്ലീൻ ചെയ്യാം, നന്നായി ക്ലീൻ ചെയ്യാം. അതിന് ശേഷം ഈ സ്ക്രീൻ ഗാർഡ് എടുക്കാം. ഇതിൽ നിന്ന് നദിയൊരു ഭാഗം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പോർഷൻ ഉണ്ടാവും. ഈ ഭാഗം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പോർഷൻ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടില്ലേ സംഭവം ഇതിനകത്ത് ഈ നടുക്കാന്നുള്ളത്. അതിൻ്റെ മുകളിൽ വേറെയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് ഒട്ടിക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് കാര്യങ്ങളെല്ലാം വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മാറ്റാം. പിന്നെ ഒരു ATM കാർഡ് നമ്മുടെ കയ്യിൽ വേണം, എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ലെയർ നമ്മളിവിടെ നിന്ന് മാറ്റാൻ പോയെന്ന്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട്, കാരണം മറ്റേ സാധാരണ 5D പോലെയല്ല, പരമാവധി ഒറ്റ ടേക്കിൽ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ക്യാമറ ഗ്ലാസ് അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായ ലൈനും കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കൃത്യമായി സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരൊറ്റ വലി നമ്മൾ എന്ത് ചെയ്യണം, ഈ ATM കാർഡ് കൊണ്ട് വലിച്ചു കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്, മനസ്സിലായില്ലേ? അപ്പം തേർഡ് വൺ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം. ലാസ്റ്റ് ലെയറാണിത്. ഈ ലാസ്റ്റ് ലെയർ മാറ്റുന്ന അതോടുകൂടി തന്നെ നമ്മൾ ഈ ഒട്ടിക്കുന്ന ആ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. ഒറ്റ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു പ്രസ് ചെയ്ത് ഒറ്റ വലി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു ടേക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടും. ഈ 5D ഒക്കെ ആണെങ്കിൽ നമുക്ക് വൺ ടൈം എടുത്ത് നമുക്ക് എന്ത് ചെയ്യുക, രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാലും വിഷയമൊന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് രണ്ടാമത് ഒട്ടിക്കാൻ പറ്റും, കാരണം ഗ്ലാസ് ആണല്ലോ. ഇത് റബ്ബർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അയഞ്ഞ് കളിക്കുന്നൊരു വിഷയം ഉണ്ടാവും. ഞാൻ വേറൊരു സാമ്പിൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ദൂരിയിട്ട് അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു ബബിൾസോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇതേ ATM കാർഡ് കൊണ്ട് തന്നെ നമുക്ക് അതിനൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ, ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ATM കാർഡ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് വരച്ചു കൊടുക്കാം.
തുണി ഉണ്ടെങ്കിൽ തുണി കൊണ്ടും ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ നടുഭാഗത്ത് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യേണ്ടതുണ്ട്, കാരണം ഒരു രണ്ടും യോജിക്കുന്നൊരു ഏരിയ നടുഭാഗം. ഓക്കെ, തീർന്നിട്ടില്ല. ലാസ്റ്റ് ഒരു ലെയർ, ഇതിൻ്റെ പുറമേലൊരു ലെയർ ഉണ്ട്. അത് പറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം അത് പറിക്കുന്ന സമയത്ത് അടിഭാഗം അടക്കം വരാൻ പാടില്ല. ഈ കാലി ലെയർ മാത്രം പറിക്കാം. ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് ലെയർ നമ്മൾ എടുത്തു, ഫൈനൽ ലെയർ അതിനകത്ത് കയറി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും മൈന്യൂട്ടായ എന്തെങ്കിലും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അതോട് കംപ്ലീറ്റ് ചെയ്യുക. തുണിയെടുത്ത് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കാം. പക്ക ക്ലീൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈഡൊക്കെ എഡ്ജൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പക്ക ക്ലീൻ ആയിരിക്കും, കാണുന്നുണ്ടാവും. സാധാരണ എന്താ പറയുക, ബെറ്ററായ രൂപത്തിൽ തന്നെ ഇത് നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ രൂപം. ടച്ച് ചെയ്യാനും പ്രശ്നമില്ല, ഫിംഗർ പ്രിൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. ഇതാണ് ഈ ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ പ്രത്യേകത. ഇനിയൊരു ഈ മെറ്റീരിയൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ഇതിൻ്റെ ആ ഉള്ളിലുള്ള ഒരു വിഷയം എന്താണെന്ന് നമുക്ക് അറിയേണ്ട ഒരു ആകാംക്ഷയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇത് സാധനം പൊളിക്കുന്നത്. ഫസ്റ്റ് ലെയർ അതിനകത്ത് വരുന്നു, അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ നമ്മളിങ്ങോട്ട് എടുക്കുന്നു. ഇതൊക്കെ എടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയറും നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒക്കെ ഈ ഒരു ഏരിയ നമ്മൾ ഒട്ടിക്കേണ്ട ഏരിയ. ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതേ ഫിംഗർ പ്രിൻറ്റ് നിങ്ങളുടെ സ്ക്രീനിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ട്. വേണ്ട, അതുകൊണ്ട് ഇത് മാത്രം കാര്യമായി ഇത് ഒട്ടിക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറമേലുള്ള ലെയർ, ലാസ്റ്റ് ലെയറില്ലേ, ആ ലെയറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാ ലാസ്റ്റ് ലെയർ നമ്മൾ പറിച്ച് കളഞ്ഞ അവസാനത്തെ ലെയർ. ഇതാ ഈ ഒരു ലെയർ, ഈ ഒരു സംഭവമാണ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. നോർമലി ഇതണ്ട, ഇതൊരു റബ്ബർ മെറ്റീരിയൽ ഞാൻ പറയാനുള്ള കാണിച്ച് ഇത് വലിക്കാൻ പറ്റും. അതായത് ഇതൊരു റബ്ബർ തന്നെയാണ്, സാധാരണ നമ്മളെ തോല് വരുന്നില്ലേ, പരമാവധി വലിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇതേപോലെ നമുക്ക് വലിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ഇതിനാണ് പഫ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത. പരമാവധി വലിഞ്ഞതിന് ശേഷമാണ് പൊട്ടുന്നത്. നേരെ കുറച്ചൊരു സാധാ കൊട്ടയാണെങ്കിൽ വലിയില്ല, ഈ ലെവലിലാണ് ഉണ്ടാവില്ല, ഒച്ച മാത്രമേ കേൾക്കും. പക്ഷേ ഈ ഒരു റബ്ബർ മെറ്റീരിയലായതുകൊണ്ട്, ഈ പഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പരമാവധി വലിക്കാനും ഈ ലെവലിലാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വരുന്നത്. അതുകൊണ്ട് ഇത് വീണ് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, മെയിനായിട്ടുള്ള സംഭവം. ഉദാഹരണത്തിന് ഈ ഒരു സ്ക്രീന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശക്തിയായ രൂപത്തിലൊരു കല്ലോ കാര്യങ്ങളോ വന്ന് ഇതിന് പതിച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ പതിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ ഒരു തോല് മാത്രം കൊണ്ട് പോകും. സാധാരണ നമ്മുടെ സ്കിന്നിന് സംഭവിക്കുന്ന എന്താണ്, അതേ ഒരു രൂപത്തിലുള്ള ഉള്ളിലേക്ക് ടെമ്പർ കയറൂല. ഉള്ളിലേക്ക് ടെമ്പർ കയറാത്തതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻ നമ്മൾ പരമാവധി സേഫ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് മെറ്റീരിയലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പഫ് മെറ്റീരിയൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ ഓൾറെഡി ഒരുപാട് കാലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു അഭിപ്രായം എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവിധ സ്ക്രീൻ ഗാർഡിനെ പറ്റിയും എസ്പെഷ്യലി ഈ പഫ് മെറ്റീരിയലിനെ പറ്റിയും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും അത് ഒട്ടിച്ചാലിലെ ഗുണങ്ങളെ പറ്റിയും ഒക്കെയുള്ള വീഡിയോ ഞങ്ങൾ പറഞ്ഞു തന്നു. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ ഈ ഐറ്റംസൊക്കെ മെറ്റീരിയൽസൊക്കെ നമ്മൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കുന്നത് തൃക്കരിപ്പൂർ വള്ളാപ്പൂർ ജംഗ്ഷനിൽ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, അതിൽ ഫീമാർട്ട് തൃക്കരിപ്പൂർ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.